നമ്മുടെ കോഡിംഗ് ചലഞ്ചിന്റെ 6ാമത്തെ ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്ന ടാസ്ക് ഒക്കെ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു നോക്കുക. അതിനുശേഷം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ CSS വെച്ചിട്ടാണ് ചെയ്തത്. ഈ CSSനെ ഒന്നുകൂടെ എളുപ്പമാക്കാൻ കുറച്ച് മാർഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രെയിം വർക്കുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ സീരീസിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ഫ്രെയിം വർക്കാണ് ടൈൽവിൻ CSS. CSSനെ ഒന്നുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നമുക്ക് നമ്മുടെ സൈറ്റിനകത്തോട്ട് ടൈൽവിൻ CSS കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. വലിയ കോംപ്ലിക്കേറ്റഡ് ഇൻസ്റ്റാളേഷൻ ഒന്നുമല്ല, സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈൽവിൻ CSSൻ്റെ സൈറ്റിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൂഗിളിൽ എന്ത് ചെയ്യാം, എല്ലാവരും ടൈൽവിൻ CSS എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന സൈറ്റ് തന്നെയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻസ്റ്റാളേഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷന് നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡല്ല ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് ഇവിടെ പ്ലേസിഡിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള മെത്തേഡുകളും യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേല എന്ത് ചെയ്യാം, ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നാലാമത്തെ മെത്തേഡ് എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യണം. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹെഡിൻ്റെ ഉള്ളിൽ CDN ആഡ് ചെയ്യാനാണ്. CDN ആഡ് ചെയ്യാൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, CDN ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ത് ചെയ്യുക, എല്ലാവരും Ctrl+C ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക, ഈ ഒരു ലൈന്. അതിന് ശേഷം നമ്മുടെ VS കോഡിൽ നമ്മുടെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെഡിൻ്റെ ഉള്ളിലായിട്ട് ഞാനിവിടെ ഓൾറെഡി CSS ഫയൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ സ്ക്രിപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോൺഫിഗറേഷനൊക്കെ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണ്ട, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു H1 എഴുതി നോക്കാം, ഇത് വർക്കിംഗ് ആണോ എന്ന് എന്ത് ചെയ്യാം നോക്കാം. ഞാൻ എന്ത് ചെയ്യണം, H1ൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്യണം, ഗോ ലൈവ് പോവാണ്. ഇപ്പം നമ്മുടെ ഹലോ വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ CSS മാത്രം വെച്ച് ചെയ്യുന്ന സമയത്ത് വരുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കുറച്ച് മുമ്പ് ചെയ്ത സ്റ്റൈലുകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിനുശേഷം ഞാൻ ഈ ഒരു ലൈന് അവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നോർമലി വരുന്ന ഹലോ വേൾഡ്. ഇനി നമ്മുടെ ടൈൽവിൻ CSS ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ഡിസൈൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ള എല്ലാ സ്റ്റൈലുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അവരുടേതായിട്ടുള്ള കുറച്ച് സ്റ്റൈലുകളാണ് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് അതിനെ എങ്ങനെയൊക്കെയാണ് കസ്റ്റമൈസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈൽവിൻ CSSൻ്റെ സൈറ്റിലൊന്ന് പോയി നോക്കാം. അതിനകത്ത് എന്തുണ്ട്, ഇവിടെ ഒരു ക്വിക്ക് സെർച്ച് ഉണ്ട്. നമ്മൾ ഈ ടൈൽവിൻ CSSൻ്റെ മുകളിലുള്ള ലോഗോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന പേജ് ഇതായിരിക്കും. അതായത് ടൈൽവിൻ CSSൻ്റെ ഡയറക്റ്റ് സൈറ്റ് ഇതാണ്. ഇവിടെ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പേജിനകത്തോട്ടാണ് പോവുക. ഈ ക്വിക്ക് സെർച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റൈലുകൾ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോണ്ട് സൈസ് നമ്മൾ ടൈൽവിൻ CSS യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോണ്ട് സൈസ് എന്ന് ഇവിടെ ഫോണ്ട് എന്ന് കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തുണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഫോണ്ട് സൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പിക്സലാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ടെക്സ്റ്റ് XM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 പിക്സൽ. അതേപോലെ ടെക്സ്റ്റ് ബേസ്, ടെക്സ്റ്റ് LG, ടെക്സ്റ്റ് XL, അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടി എന്തുണ്ട്, റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റ് 5XL ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. 48 പിക്സലാണ് അതിൻ്റെ
വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കൊടുക്കാൻ പോകുന്നത് ക്ലാസ്സുകളായിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ക്ലാസ് എങ്ങനെയാണ് കൊടുക്കുന്നുള്ളതെന്ന് പഠിച്ചു. ആ ക്ലാസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CSS ഉപയോഗിച്ചിട്ട് പ്രോപ്പർട്ടി എഴുതുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ടൈൽവിൻ CSS എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി സ്റ്റൈൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ് വിളിച്ചാൽ മാത്രം മതി, അതായത് നമ്മൾ ക്ലാസ് നെയിം കൊടുത്താൽ മാത്രം മതി, സ്റ്റൈൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ഈ ഹലോ വേൾഡിന് ഞാൻ എന്ത് ചെയ്യണേ, ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് 5XL എന്നാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, അതിൻ്റെ ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. ഓക്കെ, 5XL ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ സ്റ്റൈൽ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇടാം. സ്പേസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, സ്പേസ് ഇട്ടതിന് ശേഷം അടുത്ത പ്രോപ്പർട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് വെയിറ്റ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വിക്ക് സെർച്ച് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ഫോണ്ട് വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ എന്തുണ്ട്, ഫോണ്ട് തിന്ന് മുതൽ ഫോണ്ട് ബ്ലാക്ക് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് 100 മുതൽ 900 വരെയുള്ള ഫോണ്ട് വെയിറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് ബോൾഡ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫോണ്ട് ബോൾഡ്, ഇതാണ് നമ്മുടെ ഫോണ്ട് വെയിറ്റ് 700ൻ്റെ ക്ലാസ് ഇതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കൊടുത്തു. ഇനി എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പോയി നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോണ്ട് വെയിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ടൈൽവിൻ CSS ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ സ്റ്റൈലുകൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കളറിന് സെർച്ച് ചെയ്തു. അപ്പോൾ ടെക്സ്റ്റ് കളറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇവരിവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ റെഡാണ് കൊടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ റെഡ് 50 മുതൽ റെഡ് 950 വരെയുള്ള പ്രോപ്പർട്ടി ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റ് റെഡ് 700 ഒന്ന് ജസ്റ്റ് കൊടുത്ത് നോക്കാം. ടെക്സ്റ്റ് റെഡ് 700, ടെക്സ്റ്റ് റെഡ് 700 ഈ ഒരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ കളർ എന്തായിട്ടുണ്ട്, റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കളർ കൊടുക്കുന്നത്. ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കൊടുത്തിരുന്ന പോലെ നമ്മുടെ ഹാഷ് ഇട്ടിട്ട് എക്സ് കളർ വേണമെങ്കിൽ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഹൈഫണ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ റെഡിൻ്റെ നമ്മുടെ കളർ കോഡ് F00 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെഡിൻ്റെ കളർ കോഡ് അതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ആ റെഡ് കളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരിവിടെ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുള്ള കളർ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഓറഞ്ച് ഉണ്ട്, ഒട്ടുമിക്ക എല്ലാ കളറും എന്തുണ്ട്, ഇവർ ഇതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത കളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഹൈഫൺ ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം എന്നുണ്ടെങ്കിലോ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറും ഇതേപോലെ തന്നെയാണ്. BG എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കളറ് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തുണ്ട്, എല്ലാ ടൈപ്പ് കളറും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു BG ഗ്രേ ഒന്ന് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കൊടുത്തു നോക്കാം. അപ്പം BG ഗ്രേ 600, BG ഗ്രേ 600 ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പം എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഈ H1ന് BG കളർ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതായത് ഞാൻ ഇവിടെ FF0 എന്ന് കൊടുത്തു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
ഇപ്പോൾ യെല്ലോ കളർ ഇവിടെ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. യെല്ലോ കളറിൻ്റെ കളർ കോഡാണ് FF0 എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെയും കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കളറായിട്ടും കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് കളർ കൊടുക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് എന്നൊക്കെ പഠിച്ചു. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസും കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹൈറ്റും വിഡ്ത്തും ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഹൈറ്റ് എന്ന് സെർച്ച് ചെയ്തു. നമ്മുടെ ഹൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഹൈറ്റ് H0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഹൈറ്റാണ്. പിന്നെ നമുക്കിവിടെ HPX കൊടുത്തു കഴിഞ്ഞാൽ 1 പിക്സൽ ഉണ്ട്. അതേപോലെ H1 കൊടുത്തു കഴിഞ്ഞാൽ 4 പിക്സലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ വാല്യൂസൊന്നും കൊടുക്കാൻ പറ്റില്ല. H1.5, H2, H2.5 അങ്ങനെ നമുക്ക് ഏകദേശം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു H52 കൊടുത്തു കഴിഞ്ഞാൽ 208 പിക്സൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വാല്യൂസ് തന്നെ കൊടുക്കാൻ നോക്കുക. H50 ഒന്നുമില്ല, H52 ആണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, H52 കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, 208 പിക്സൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 200 പിക്സൽ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ 200 പിക്സലിന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ നോക്കിയിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണോ വാല്യൂ വേണ്ടത് അത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വിഡ്ത്തിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 500 പിക്സൽ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ 500 പിക്സൽ അവിടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനാണ്. മാർജിന് നമുക്ക് എന്തുണ്ട്, M എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ മാർജിൻ എന്ത് ചെയ്തു, 20 കൊടുത്തു. മാർജിന് 20 കൊടുത്ത സമയത്ത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, മാർജിൻ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്, പാഡിങ് ഉണ്ട്. ഞാൻ പാഡിങ് 20 കൊടുത്തു. അപ്പോൾ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ളിലോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്. അപ്പം മാർജിനും പാഡിങ്ങും ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ X ഡയറക്ഷനിൽ മാത്രം പാഡിങ് കൊടുക്കണമെന്ന് വിചാരിക്കുക. X ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും. ഇവിടെ മാത്രം എന്തുണ്ട്, മാർജിൻ മതി. ടോപ്പിലും ബോട്ടത്തിലും എന്ത് വേണ്ട, മാർജിൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് MX എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ട്. MX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലെഫ്റ്റിലും റൈറ്റിലും മാത്രം മാർജിൻ വരും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, MY. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും മാത്രമാണെന്നുണ്ടെങ്കിൽ MY, ലെഫ്റ്റിലും റൈറ്റിലും ആണെന്നുണ്ടെങ്കിൽ MX. അതേപോലെ തന്നെയാണ് നമ്മുടെ Pയുടെ കാര്യത്തിലും പാഡിങ്ങിൻ്റെ കാര്യത്തിലും. ഞാനിപ്പോൾ ഇവിടെ PX എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും വന്നു. PY എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ടോപ്പിലും ബോട്ടത്തിലും വരും. ഞാൻ എന്ത് ചെയ്യാണ്, PY ഒരു 10 കൊടുക്കണം. PY ഒരു 10 കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ബോർഡർ റേഡിയസ്. ബോർഡർ റേഡിയസ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ബോർഡർ റേഡിയസ് നമ്മൾ കൊടുക്കുന്നത് റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. ബോർഡർ റേഡിയസ് റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ടഡ് SM ഉണ്ട്, റൗണ്ടഡ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്യണം, റൗണ്ടഡ് എന്ന് എഴുതണം. നമുക്കിവിടെ എഡ്ജിലൊരു ചെറിയ കർവ് വന്നിട്ടുണ്ട്, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ഞാൻ എന്ത് ചെയ്യണേ, റൗണ്ടഡ് XL അല്ലെങ്കിൽ ഒരു 2XL ഒക്കെ കൊടുത്തു നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കാണാം. 2XL ഒക്കെ കൊടുത്തപ്പോൾ നമ്മുടെ എഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, കർവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റൗണ്ടഡ് കൊടുക്കുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ള വാല്യൂസ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വാല്യൂസ് യൂസ് ചെയ്യാം. ഓക്കെ, റൗണ്ടഡിൽ തന്നെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ടോപ്പ് മാത്രം വേണമെങ്കിൽ കൊടുക്കാം, റൈറ്റ് മാത്രം വേണമെങ്കിൽ കൊടുക്കാം, ലെഫ്റ്റ് മാത്രം വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കും. ഇപ്പം ഞാനിവിടെ പറഞ്ഞ പ്രോപ്പർട്ടീസ് മാത്രം ചെയ്യാതെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ അതേപോലെ നമുക്ക് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ബോർഡറിന് കൊടുക്കണം. അപ്പോൾ ഞാൻ ബോർഡർ 8 എന്ന് കൊടുത്ത സമയത്ത് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്.
ഇനി ഈ ബോർഡറിൻ്റെ കളർ മാറ്റണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ബോർഡർ ബ്ലാക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ബോർഡർ ബ്ലാക്ക് എന്ന് കൊടുത്തപ്പോൾ ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കൊടുക്കാൻ പറ്റും. അത് ഇതിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്ലക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ മുന്നായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇവിടെ വന്ന് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സജഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ടെക്സ്റ്റിന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ സജഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മൾ CSS ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് വരുന്നുണ്ടായിരുന്നു, സജഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം Tailwind CSS. ഓക്കെ, അതിനകത്ത് ഈ ഫസ്റ്റ് കാണുന്നത് തന്നെ Tailwind CSS ഇൻ്റലിജൻസി, അതിൻ്റെ സൈറ്റാണ്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഇൻഡെക്സ് HTML-ലൊക്കെ ആ ഒരു താഴത്തായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഫയലിൻ്റെ പേര് tailwind.config.js, tailwind.config.js. അതായത് നമുക്ക് എക്സ്ട്രാ കസ്റ്റമൈസേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ നമ്മൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പ്ലഗിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ എക്സ്റ്റൻഷൻ Tailwind CSS-ൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ എന്ത് വേണം, നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ വേണം. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് HTML-ൻ്റെ താഴത്തായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിടുക. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രം മതി, അതിനകത്ത് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1-2 കാര്യങ്ങൾ കാണാം. നമ്മുടെ കളറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണേ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡറിൻ്റെ കളറ് ഒന്നുകൂടെ ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ബോർഡർ ബ്ലൂ 500 കൊടുക്കുകയാണ്. ബോർഡർ ബ്ലൂ 500. അപ്പോൾ അത് സജഷൻ വഴി ചെയ്തതാണ്. ഇനി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സജഷൻസ് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഫുള്ളി നമുക്ക് വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റില്ല. വീഡിയോയുടെ ലെങ്ത്ത് നല്ലോണം കൂടും, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലക്സ് ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്യണേ, ഒരു ഡിവ് വിളിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു 3 ഡിവ് വിളിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റത്തെ ഡിവിന് ഞാൻ എന്ത് ചെയ്യണം, ക്ലാസ് ഫ്ലക്സ് കൊടുത്തു. ഇനി ഈ ഓരോ ഡിവിന് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് സ്റ്റൈലുകൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് എല്ലാതും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ ഡിവ് എന്ത് ചെയ്യുക, ഫുള്ള് സെലക്ട് ചെയ്യുക. അതിന് ശേഷം Ctrl D അടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ 3 ലൈനും സെലക്ട് ആവും. അതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ സജഷൻ വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട, 1 by 1 ആയിട്ട് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ഡിവിനും ഒരേപോലത്തെ കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. വിഡ്ത്ത് 20, അതേപോലെ ഹൈറ്റ് 20. ഇനി അതേപോലെ BG റെഡ് 500. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇത് 3 ഉണ്ട്. നമ്മുടെ വിഡ്ത്തും ഹൈറ്റിനും അനുസരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മാർജിൻ റൈറ്റ് കൊടുത്തു നോക്കാം. മാർജിൻ റൈറ്റ് 5 കൊടുത്തു. സോറി, പുറത്താ വന്ന്. മാർജിൻ റൈറ്റ് 5 കൊടുത്തു. അപ്പോൾ ആ ഒരു 3 സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് വേണമെങ്കിൽ ഒന്ന് പെർസെൻറ്റേജിൽ കൊടുത്തു നോക്കാം. ഞാൻ വിഡ്ത്ത് എന്ത് ചെയ്തു, ഒരു 33% കൊടുത്തു. ഇപ്പോൾ നോക്കിയാലോ, ഏകദേശം ഫുൾ വിഡ്ത്തിൽ നിന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഈ ഒരു മാർജിൻ
റേറ്റ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ എലമെൻറ്റിൻ്റെ മാർജിൻ റേറ്റ് എന്ത് ചെയ്യുക, ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അത് വിടുത്ത് സ്പേസ് ബിറ്റ്വീൻ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊരു വെബ്സൈറ്റ് നാളെ ചെയ്ത് നോക്കാം. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈൽവിൻ്റെ CSS ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ സപ്പോർട്ടിൽ ചോദിക്കുക. ഇനിയും നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് ടാസ്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രൈസ് മണിക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അതും കൂടി എല്ലാവരും ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്കൊരു ഫുൾ വെബ്സൈറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ബൈ, താങ്ക് യു.